പത്തനംതിട്ട KSRTC ടെർമിനലിൽ വെച്ച് KSRTC ജീവനക്കാർക്ക് ഉപദേശം നൽകുകയാണ് പത്തനംതിട്ട RTO അൻസാരി. ഒരു അപകടം സംഭവിക്കുമ്പോൾ നിരവധി ന്യായങ്ങൾ ഡ്രൈവർമാർ പറയും. ഇതിന് നമ്മൾ കാരണങ്ങളൊക്കെ ഒത്തിരി പറയും. വണ്ടി കൂടുതലാണ്, റോഡിന് സൗകര്യം ഇല്ലെന്നൊക്കെ. പക്ഷേ ഈ വണ്ടി കൂടുതലാണെങ്കിലും റോഡിന് സൗകര്യം ഇല്ലെങ്കിലൊക്കെ അതിൽ കൂടെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അപകടമില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. ഡ്രൈവർമാരുടെ ക്ഷമയില്ലായ്മ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. പ്രധാനമായിട്ടും ഒരു റോഡിന് അപകടങ്ങളുടെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ക്ഷമയില്ലായ്മയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ ക്ഷമയില്ല, മര്യാദയില്ല. അറിയാമല്ലോ, പോകുമ്പോൾ വട്ടം വെക്കുക, സൈഡുമൊക്കെ പിടിക്കാം. പ്രൈവറ്റ് ബസ്സുകാർ കിട്ടും RTO വക ഒരു കൊട്ട്. പലപ്പോഴും പ്രൈവറ്റ് ബസ്സുകാരൻ KSRTC വലുതായിട്ട് പ്രൈവറ്റ് ബസ്സുകാരൻ റോഡിൽ നിർത്തിയ ആളിനെ ഇറക്കുന്നു. ഏറ്റവും വലിയ കുഴപ്പം. കാരണം ആ ഒരു ലൈൻ മൊത്തം, ആ വരുന്ന വണ്ടി മൊത്തം ബ്ലോക്കാണ് അല്ലേ. അതുപോലെ ഒരു ക്രോസ് റോഡ് ഉണ്ടെങ്കിൽ, ഒരു T റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിന് ക്രോസായിട്ട് കൊണ്ട് നിർത്തിയ ആളിനെ ഇറക്കും. അവിടെ നിന്ന് വരുന്ന വണ്ടിക്കാരൻ അവിടെ തന്നെ ഇടക്കും, മാറിപ്പോകാൻ പറ്റുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റോഡ് നിയമങ്ങളനുസരിച്ച് നമ്മൾ ക്ഷമയോടും മര്യാദയോടും കൂടി വണ്ടി ഓടിച്ചാൽ തന്നെ നമുക്കൊരു 50% അപകടങ്ങളുണ്ട്. ഓവർ സ്പീഡാണ് പലപ്പോഴും വില്ലനാകുന്നത്. പിന്നെ അപകടത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓവർ സ്പീഡാണ്. ഓവർ സ്പീഡ് വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കുറച്ച് ദൂരം ഉള്ളെങ്കിൽ ആ ഓടിക്കുന്ന സമയത്ത് റിസ്ക് കൂടുതലായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കാതിരിക്കും. റോഡിലെ മഞ്ഞ വെള്ള ലൈനുകൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്നും RTO വ്യക്തമാക്കി. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാതിരിക്കും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താ, കുത്തി കയറ്റാൻ നോക്കും. ആ കാര്യത്തിൽ KSRTC മുന്നിലാണ്. നിങ്ങളെ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഓടിയെത്തേണ്ട സമയം അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്ത് പറ്റാനായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ അപകടങ്ങൾ വിളിച്ചു. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമോ, പ്രത്യേകിച്ച് നമ്മൾ റോഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മഞ്ഞ ലൈനും കണ്ടിന്യൂസ് ആയിട്ട് വെള്ള ലൈനോ മഞ്ഞ ലൈനോ ഉണ്ടെങ്കിൽ അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, അവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് കയറും. അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടാകുന്നത്. താൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൂട്ടുകാരെയും അറിയിക്കണമെന്ന് പറഞ്ഞാണ് RTO അൻസാരി പത്തനംതിട്ട KSRTC ടെർമിനലിൽ നിന്നും മടങ്ങിയത്. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് RTO എൻഫോഴ്സ്മെന്റ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിൽ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകിയത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.